ഹലോ ഗുഡ് മോർണിംഗ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിജാസ് ഇക്കണോമിക് ക്ലാസ്സസ്. അടുത്തായിട്ട് നിങ്ങളോട് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസ് ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യുന്നതിനുള്ള മൂന്നാമത്തെ മെത്തേഡിനെ കുറിച്ചിട്ടാണ്. ആ മെത്തേഡിന്റെ പേരാണ് ഔട്ട്ലേ മെത്തേഡ് അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചർ മെത്തേഡ്, ചെലവ് രീതി എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പോൾ ബൈ യൂസിങ് എക്സ്പെൻഡിച്ചർ മെത്തേഡ് വി ക്യാൻ മെഷർ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് അളക്കാനായിട്ട് നമുക്ക് എക്സ്പെൻഡിച്ചർ മെത്തേഡ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. Changes in price leads to changes in quantity demand, causes changes in total expenditure. By looking the variations in the total expenditure, we can measure elasticity of demand. അതായത് വിലയിൽ വരുന്ന മാറ്റം ഡിമാൻഡ് മാറ്റം ഉണ്ടാക്കുന്നു. അത് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആകെ ചെലവിൽ മാറ്റത്തിന് കാരണമാവുകയും ചെയ്യും. ആകെ ചെലവ് നമ്മൾ പരിശോധിച്ചിട്ട് നമുക്ക് ഇലാസ്റ്റികത അളക്കാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇൻക്രീസസ്, അതായത് ആകെ ചെലവ് വർദ്ധിക്കുകയാണെങ്കിൽ ഇലാസ്റ്റിറ്റി എന്തായിരിക്കും? ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഇലാസ്റ്റിറ്റി ഇസ് ദി ഗ്രേറ്റർ ദാൻ 1. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഡിക്രീസിങ്, ഇലാസ്റ്റിറ്റി ഇസ് ദി ലെസ് ദാൻ 1. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഇസ് ഈക്വൽ, ഇലാസ്റ്റിറ്റി ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇങ്ങനെയാണ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ വഴിയായിട്ട് നമ്മൾ ഇലാസ്റ്റിറ്റി മെഷർ ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.